ത്രികോണ മത്സരം നടന്ന തൃശൂരിൽ റെക്കോർഡ് പോളിംഗ് 77.84% മണ്ഡലത്തിലെ പോളിംഗ്. ഇടതുമുന്നണിക്കും UDFിനും ഒപ്പം ഇത്തവണ NDAയ്ക്കും തൃശൂരിൽ വിജയപ്രതീക്ഷയുണ്ട്. തൃശൂരിൽ മുന്നണികൾക്ക് ആത്മവിശ്വാസം ഏറുകയാണ്. അതിന് കാരണവും പലതാണ്. വോട്ടിംഗ് ശതമാനം കൂടുതൽ, ശബരിമല വിഷയം, ദേശീയതലത്തിലെ മോദി-രാഹുൽ പോരാട്ടം. ഫലം അനുകൂലമാണെന്ന് സമർത്ഥിക്കാൻ വാദപ്രതിവാദങ്ങൾ ഏറെയാണ് UDFിനും ഇടതുമുന്നണിക്കും. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് കോൺഗ്രസിൽ പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുന്ന യാതൊരു ഘടകവുമില്ല. UDFിനും LDFിനും അവർക്ക് കിട്ടാവുന്ന വോട്ട് എന്തു വന്നാലും ഇത്ര വോട്ടെങ്കിലും കിട്ടും എന്ന് കണക്ക് നോക്കി പറയാൻ പറ്റും. ഇവർക്കത് പറ്റുന്നില്ല. കണക്കുകളിൽ വിശ്വാസമില്ല NDAയ്ക്ക്, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക്. പ്രചരണ രംഗത്ത് അതേ പ്രതീക്ഷയിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നു, പ്രാർത്ഥനയിൽ നിൽക്കുന്നു. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇത്തവണ വോട്ട് ചെയ്തവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ശക്തമായ ത്രികോണ മത്സരം എന്ന പ്രതീതിയാണ് മണ്ഡലത്തിൽ. വോട്ട് വർധന ആർക്കനുകൂലം? കഴിഞ്ഞ തവണ കൂടെ നിന്നവർ ഇത്തവണ കൂടെയുണ്ടാകുമോ? മറുചേരിക്കൊപ്പം പോയവർ ഇത്തവണ ചാരത്തുണ്ടാകുമോ? കൃത്യമായ ഉത്തരത്തിന് മെയ് 23 വരെ കാത്തിരിക്കാനാണ് തൃശൂരിലെ മുന്നണി നേതൃത്വങ്ങളുടെ മറുപടി. മീഡിയ 1 തൃശൂർ.